അഡോളസൻസ് ഞാൻ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിൽ കണ്ട ഒരു സീരീസിനെ പറ്റി എൻ്റെ കുറച്ച് അഭിപ്രായം അല്ലെങ്കിൽ ഇത് നിങ്ങളെല്ലാം കാണണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു 10 പേരായിരിക്കും അല്ലെങ്കിൽ 100 പേരായിരിക്കും കണ്ടിരിക്കുന്നത്, കാണാൻ പോകുന്നത്. സോ അവരെല്ലാം പറ്റുവാണെങ്കിൽ ഈ ഒരു സീരീസ് കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ യൂഷ്വലി ഒരു റിവ്യൂ അങ്ങനെ പറയുന്ന ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ റിവ്യൂ ചെയ്യണമെന്ന് തോന്നാറില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സീരീസ് ഇതിൽ സംസാരിക്കുന്ന ഒരു വിഷയം നിങ്ങളെല്ലാവരും, എസ്പെഷ്യലി പേരൻസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ എന്നല്ല എല്ലാ ജനറേഷനിലുള്ള കുട്ടികൾ, മുതിർന്നവരെല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു സീരീസ് കാണാൻ ശ്രമിക്കണം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കുണ്ട്. എങ്ങനെ നെറ്റ്ഫ്ലിക്സിനത് മനസ്സിലായെന്ന് അറിയത്തില്ല. ഇന്നത്തെ നമ്മളീ കാണുന്ന നമ്മളിപ്പോൾ ഉള്ള ഇപ്പോഴത്തെ ഒരു ടൈം ലൈനിൽ കറക്റ്റായിട്ട് പറയേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നെ ടെക്നിക്കലി ഭയങ്കരമായിട്ട് ഇതിൻ്റെ മുമ്പ് ഇതെങ്ങനെ ഒരു ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സീരീസാണിത്. കാര്യം എന്ന് വെച്ചാൽ ഒരു 4 എപ്പിസോഡേ ഉള്ളൂ. ഏകദേശം 4 മണിക്കൂറാണ്. 4 എപ്പിസോഡാണെങ്കിൽ പോലും ഓരോ മണിക്കൂറുള്ള 4 എപ്പിസോഡുകളാണ്. ഓരോ മണിക്കൂർ എന്ന് പറയാൻ പറ്റില്ല, 52 മിനിറ്റ് മാക്സിമം ഉള്ള ചില എപ്പിസോഡുകൾ 1 മണിക്കൂർ കൂടുതലുണ്ട്. പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും 52 മിനിറ്റ് മാക്സിമം ഉള്ള 4 എപ്പിസോഡാണ്. യൂഷ്വലി ഉള്ള സീരീസുകൾ കാണുന്നവർക്കറിയാം, സാധാരണ ഒരു 8 എപ്പിസോഡ് അല്ലെങ്കിൽ 6 എപ്പിസോഡ് അല്ലെങ്കിൽ കുറേ സീസണുകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു സീരീസിന് അങ്ങനെയൊന്നുമില്ല. ഞാൻ എടുത്തെടുത്ത് പറയാണ്, ഈ ഒരു സീരീസ് എല്ലാവരും കാണണം. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കഥ എന്ന് വെച്ചാൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു കഥ, നമ്മളെ ഞെട്ടിക്കുന്ന കഥ അങ്ങനെയൊന്നുമല്ല. പക്ഷേ പറയേണ്ട ഒരു ടോപ്പിക്, ഒരു ഡിസ്കഷൻ അവിടെ വേണം എന്നുള്ളൊരു സാധനം കറക്റ്റായിട്ട് എല്ലാ ആംഗിളിൽ നിന്നും ആ ഒരു ടോപ്പിക്കിനെ പറ്റി അവർ സംസാരിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പോയിലറായി പോകും. പക്ഷേ എല്ലാവരും സാധാരണ ഞാൻ മസ്റ്റായിട്ടൊരു സാധനം കാണണം എന്ന് ആരോടും പറയാറില്ല. ടൈം നിങ്ങൾക്കുണ്ടെങ്കിൽ, സീരീസ് ആയതുകൊണ്ട് നിങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കാണാം. പക്ഷേ എല്ലാവരും ഈ ഒരു സീരീസ് കാണാൻ ശ്രമിക്കണം. എസ്പെഷ്യലി പേരൻസ്, കുട്ടികളെല്ലാവരും. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതെങ്ങനെയാണ്. പിന്നെ നിങ്ങളൊരു സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമ ടെക്നിക്കാലിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒന്നും പറയണ്ട, ഡെഫിനറ്റ്ലി കാണണം. കാര്യം ഇതിനകത്ത് ഇവർ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന 4 എപ്പിസോഡും സിംഗിൾ ടേക്കിലാണ്. സാധാരണ സിംഗിൾ ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ചില പോയിൻ്റ് നമുക്ക് മനസ്സിലാവും, ഇവിടെ ഒരു സാധനമുണ്ട്, അത് വെച്ചായിരിക്കും ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പോയിൻ്റ് പോലും എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഉണ്ട്, അവിടെ സ്റ്റിച്ചിങ്. പക്കയായിട്ടൊരു ഒരു ക്യാമറ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ ലൈഫിലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് 2 പേര് ക്യാമറ എടുത്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വ്ളോഗ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും, ആ ഒരു രീതിയിലാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. ഭയങ്കര ഫാസ്റ്റിൽ പോകുന്നൊരു കാര്യമല്ല. ഇപ്പം അതിൻ്റെ ഒരു കാര്യം ഞാൻ എക്സാമ്പിളിൽ പറയാം. അതിനകത്തൊരു പയ്യനെ അറസ്റ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് സീനാണ്. ഒരു വീട്ടിൽ വന്നൊരു പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നൊരു സീൻ. ആ സീൻ അവനെ വീട്ടിൽ നിന്ന് എടുത്ത് കാറിനകത്ത്, വണ്ടിക്കകത്ത് കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് എങ്ങനെയാണോ റിയലി നമ്മൾ കാണുന്നത്, അത് അങ്ങനെ തന്നെയാണ് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാമറ ഫസ്റ്റ് ഷോട്ടിൽ ഫസ്റ്റ് സീൻ തുടങ്ങുമ്പോൾ അത് ഓണാകുന്നു. നമ്മൾ ആ എപ്പിസോഡ് തീരുമ്പോൾ ക്യാമറ ഓഫ് ആകുന്നു. ആ ഒരു കൺസെപ്റ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. എങ്ങനെ എടുത്തെന്നുള്ള കാര്യം എനിക്കിപ്പോഴും, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടറിലിരിക്കുകയാണ്. ഇതെങ്ങനെ ഒരു സിംഗിൾ ടേക്കാണോ അതോ എവിടെയെങ്കിലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള സ്റ്റിച്ചിങ് എവിടെയെങ്കിലും ഉണ്ടോ. അതിൻ്റെ എടുത്ത് പറയേണ്ടത്, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, എനിക്ക് പലരുടെയും പേരറിയില്ല. എല്ലാവരും എനിക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള ആൾ ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു അച്ഛൻ്റെ ക്യാരക്ടർ വേറെ ലെവലാണ്. അതുകൊണ്ട് ഈ മെയിൻ ക്യാരക്ടർ, ഈ പയ്യൻ, അവൻ ഈ വയസ്സിൽ അവൻ ചെയ്തേക്കുന്നത്. അതായത് ഒരു ഇൻ്റർവ്യൂ സെറ്റപ്പ്, ഇൻ്റർഗേഷൻ സീനുണ്ട് ഒരു 3rd എപ്പിസോഡിൽ. അത് എൻ്റെ മോനെ, അത് വേറെ ലെവലാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, ഈ സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് ഇതിനകത്ത് ഒരാളുടെ തെറ്റ്, അവരെങ്ങനെ അതൊക്കെ മാനേജ് ചെയ്തു, എത്ര പ്രിപ്പറേഷൻ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ടീമിന് ഭയങ്കരമായിട്ട് ഹാറ്റ്സ് ഓഫ്. പക്ഷേ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചാൽ, അതിൻ്റെ കഥ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചാൽ പോലും നിങ്ങൾ മസ്റ്റായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്നത് ഡിസ്കസ് ചെയ്യുന്നത്.
സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും സമയം കണ്ടെത്തി. നെറ്റ്ഫ്ലിക്സിലാണിത് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. സോ പറ്റുന്നവരെല്ലാം നിങ്ങളുടെ പറ്റുന്ന ടൈമിലിരുന്ന് അത് കാണാൻ ശ്രമിക്കുക, ഡിസ്കസ് ചെയ്യുക. ബൈ.